നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് കേരളത്തിൽ ഇന്ന് ഹർത്താൽ. തലസ്ഥാന നഗരത്തിലടക്കം പലയിടത്തും ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. അടൂരിൽ KSRTC സ്റ്റാൻഡിന് മുമ്പിലായി പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞു. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. നെടുമങ്ങാടും KSRTC ബസ്സുകൾ ഹർത്താൽ അനുകൂലികൾ തടഞ്ഞു. ഇടുക്കി ജില്ലയിലും പലയിടങ്ങളിലും വാഹനങ്ങൾ തടയുന്നുണ്ട്. എന്നാൽ ഇരുചക്ര വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. തിരുവനന്തപുരത്തും കണ്ണൂർ പഴയങ്ങാടിയിലും വാഹനങ്ങൾ തടഞ്ഞു. ഹർത്താൽ കോഴിക്കോട് ജില്ലയിലെ ജനജീവിതത്തെ ബാധിച്ചില്ല. സിറ്റി സർവീസ് അടക്കം സ്വകാര്യ ബസ്സുകളും നിരത്തിൽ ഓടുന്നുണ്ട്. രാവിലെ 6 മണിക്കാണ് ഹർത്താൽ ആരംഭിച്ചത്. രോഹിത് വെൺമൂല നിയമം നടപ്പാക്കുക, നിതിൻ രാജിന്റെ കുടുംബത്തിന് 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകുക, അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഹർത്താൽ. ജസ്റ്റിസ് ഫോർ നിതിൻ രാജ് ആക്ഷൻ കൗൺസിലും ദളിത് ആദിവാസി സംഘടനകളുമാണ് ഹർത്താൽ നടത്തുന്നത്. അതേസമയം ഹർത്താലുമായി സഹകരിക്കില്ലെന്ന് കടകൾ തുറക്കുമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി അറിയിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സ്കാനിംഗിൽ ഗുരുതര പിഴവ്. 24 വയസ്സുകാരനായ യുവാവിന് ഗർഭപാത്രമുണ്ടെന്ന സ്കാനിംഗ് റിപ്പോർട്ടാണ് തെറ്റായി നൽകിയത്. മറ്റൊരു ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോഴാണ് യഥാർത്ഥ വിവരങ്ങൾ പുറത്തറിഞ്ഞത്. തിരിച്ചെത്തി മെഡിക്കൽ കോളേജിൽ ചോദിച്ചപ്പോൾ അധികൃതർ ഒഴിഞ്ഞു മാറിയെന്നാണ് ഗുരുതര ആരോപണം. യുവാവ് പരാതിയുമായി എത്തിയപ്പോൾ സ്കാനിംഗ് നടത്താതെ തന്നെ പുതിയ റിപ്പോർട്ട് കൊടുത്ത് സംഭവം വേഗത്തിൽ ഒതുക്കി തീർക്കാൻ ശ്രമവും നടന്നെന്നാണ് ആരോപണം. കഴക്കൂട്ടം സ്വദേശിയായ യുവാവിനാണ് ദുരനുഭവം ഉണ്ടായത്. ഷിഹാസ് എന്ന യുവാവ് ഫെബ്രുവരി മാസമാണ് വയറുവേദനയെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത്. 2500 രൂപ അടച്ചാണ് യുവാവ് CT സ്കാൻ എടുത്തത്. പിന്നീട് ഇയാൾ രോഗം ഭേദമായതോടെ തുടർ ചികിത്സയ്ക്ക് പോയിരുന്നില്ല. വേദന വീണ്ടും വന്നപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റൊരു ആശുപത്രിയിൽ പോയപ്പോഴാണ് സ്കാനിംഗ് റിപ്പോർട്ടിനെ കുറിച്ച് അറിഞ്ഞത്. ഇടുക്കി നെടുങ്കണ്ടം പച്ചടിയിൽ നാടിനെ നടുക്കിയ ഇരട്ട കൊലപാതകത്തിൽ ഞെട്ടിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്ത്. മേരിക്കുട്ടി, മറിയക്കുട്ടി, മകൻ റെജി എന്നിവരുടെ കൊലപാതകത്തിൽ ഇളയ മകൻ സജിയെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ക്രൂരമായ ഈ കൊലപാതകത്തിന് പിന്നിൽ കുടുംബതർക്കമാണെന്നാണ് പ്രാഥമിക നിഗമനം. നാട്ടുകാരുടെ മൊഴിപ്രകാരം സജി വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ സജി വിവാഹം കഴിച്ചാൽ താൻ അമ്മയും കൂട്ടി വീട്ടിൽ നിന്നിറങ്ങിപ്പോകുമെന്ന് ജ്യേഷ്ഠൻ റെജി ഭീഷണിപ്പെടുത്തിയിരുന്നു. ഈ തർക്കങ്ങളാകാം കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് സംശയിക്കുന്നത്. ഇരട്ട കൊലപാതകം പുറത്തു വന്നതോടെ 8 വർഷം മുമ്പ് സജിയുടെ പിതാവിനെ കാണാതായ സംഭവത്തിലും നാട്ടുകാർ ദുരൂഹത ആരോപിക്കുന്നു. അന്ന് പോലീസ് അന്വേഷിച്ചിട്ടും അദ്ദേഹത്തെ കണ്ടെത്താനായിരുന്നില്ല. പിതാവിനെയും ഇതുപോലെ അപായപ്പെടുത്തി ഇതേ പുരയിടത്തിൽ എവിടെയെങ്കിലും കുഴിച്ചു മൂടിയിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. കുംഭമേള വൈറൽ പെൺകുട്ടിയുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത രാഷ്ട്രീയ നേതാക്കളെ പ്രതിയാക്കണമെന്ന സ്വകാര്യ ഹർജിയിൽ തുടർ നടപടി കോടതി സ്റ്റേ ചെയ്തു. തിരുവനന്തപുരം പോക്സോ കോടതിയാണ് സ്റ്റേ ചെയ്തത്. പ്രായപൂർത്തിയായിട്ടില്ലെന്ന കേസിൽ മധ്യപ്രദേശ് പോലീസിനോട് കോടതി വിശദീകരണവും തേടി. വിവാഹത്തിൽ പങ്കെടുത്ത CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, AA റഹീം MP, വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള CPM നേതാക്കൾക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യവുമായിട്ടാണ് തിരുവനന്തപുരം പോക്സോ കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തത്. ഇതിന്റെ തുടർ നടപടികളാണ് ഇപ്പോൾ പ്രോസിക്യൂഷന്റെ ആവശ്യപ്രകാരം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ പ്രിൻസിപ്പൽ നിയമനത്തിൽ സംവരണ അട്ടിമറി. പട്ടിക പിന്നാക്ക വിഭാഗങ്ങൾക്ക് ലഭിക്കേണ്ട 16 തസ്തികകളാണ് നഷ്ടമായത്. പട്ടിക വിഭാഗം 4, ഈഴവ 3, മുസ്ലിം 3, ലത്തീൻ 2, OBC 2, ധീവര, വിശ്വകർമ്മ 1 വീതം തസ്തികകളിലാണിത്. ഭിന്നശേഷി വിഭാഗത്തിലെ യോഗ്യനായ അധ്യാപകൻ ഉണ്ടായിട്ടും നിയമനം നൽകിയില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടുമുമ്പാണ് 33 കോളേജുകളിൽ പ്രിൻസിപ്പൽമാരെ നിയമിച്ചത്. ഉയർന്ന വില നൽകി വൈദ്യുതി വാങ്ങാൻ സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അവസാന നിമിഷം അനുമതി നൽകിയെങ്കിലും അത് ലഭ്യമാകാൻ കാലതാമസം വരുന്നതിനാൽ സംസ്ഥാനത്ത് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഉറപ്പായി. എന്നാൽ പവർ കട്ട് പ്രഖ്യാപിക്കില്ല. അണക്കെട്ടുകളിൽ ജലനിരപ്പ് താഴ്ന്നതിനാൽ ഉൽപാദനം കൂട്ടി പവർ കട്ട് ഒഴിവാക്കാനും കഴിയില്ല. സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ ഊടും ഉറക്കവുമില്ലാതെ ജോലി ചെയ്ത് വലഞ്ഞ PG ഡോക്ടർമാർ. രോഗികളുടെ ബാഹുല്യം അനുസരിച്ച് ഡോക്ടർമാരുടെ നിയമനം നടത്താത്തതിനാൽ ഇവർ വിശ്രമമില്ലാതെ ദിവസങ്ങളോളം ജോലി ചെയ്യേണ്ടി വരുന്നു. ശരാശരി 10 മണിക്കൂർ ഡ്യൂട്ടിയാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ നിർദ്ദേശിക്കുന്നത്. ആഴ്ചയിൽ 60 മണിക്കൂർ ജോലിയും 1 ദിവസം ഓഫും. പക്ഷേ കേരളത്തിൽ ഇത് സ്വപ്നം മാത്രമാണ്. കാരണം അത്യാഹിത വിഭാഗങ്ങളുടെയും വാർഡുകളുടെയും പ്രവർത്തനം ഇവരുടെ ചുമലിലാണ്. രാത്രി PG ഡോക്ടർമാർ മാത്രമേ കാണൂ. മുതിർന്ന ഡോക്ടർമാർ സമരം ചെയ്തപ്പോൾ രോഗികൾക്ക് താങ്ങായി നിന്ന് സർക്കാരിന്റെ മാനം കാത്തത് ഇവരാണ്. എന്നിട്ടും ഇവർക്ക് അർഹമായ സ്റ്റൈപ്പൻഡ് നൽകാൻ സർക്കാർ തയ്യാറല്ല. സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുന്നു. ഇന്ന് പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയർന്നേക്കുമെന്നാണ് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഇന്നു മുതൽ വെള്ളിയാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ മുതൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്.
ബുധനാഴ്ച പത്തനംതിട്ടയിലും ഇടുക്കിയിലും വ്യാഴാഴ്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ടാണ് നൽകിയിരിക്കുന്നത്. പത്തനംതിട്ട, കോട്ടയം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയർന്നേക്കാമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഉത്തരേന്ത്യയിലും താപനില ഉയരുകയാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത ചൂട് തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മൂവാറ്റുപുഴയിൽ 13 പേരെ കടിച്ച നായ്ക്ക് പേ വിഷബാധ സ്ഥിരീകരിച്ചു. നായയുടെ ജഡം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് പേ വിഷബാധ സ്ഥിരീകരിച്ചത്. കടിയേറ്റ എല്ലാവർക്കും ആദ്യ ഡോസ് പേ വിഷ വാക്സിൻ നൽകിയതിനാൽ ഭയപ്പെടേണ്ടതില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. നായ ചത്തതിന് പിന്നാലെ നഗരസഭ അടിയന്തര യോഗം ചേർത്ത് സ്ഥിതിഗതികൾ വിലയിരുത്തി. എറണാകുളം തൃപ്പൂണിത്തറ വിവാഹം നടക്കേണ്ട ദിവസം വരൻ മരിച്ചു. തൃപ്പൂണിത്തറ ചാത്താരി വിളങ്ങാട്ട് ജോണിന്റെ സെയിന്റ് ആന്റണീസ് ഫോട്ടോസ്റ്റാറ്റ് കിഴക്കേക്കോട്ട മകൻ ജസ്റ്റിൻ വി ജോൺ ആണ് മരിച്ചത്. 32 വയസ്സായിരുന്നു. തിങ്കളാഴ്ചയായിരുന്നു തൃപ്പൂണിത്തറ സെന്റ് മേരീസ് ഫെറോന പള്ളിയിൽ വിവാഹം നിശ്ചയിച്ചിരുന്നത്. വിവാഹത്തിന് മുന്നോടിയായുള്ള അത്താഴമൂട്ട് ചടങ്ങ് കഴിഞ്ഞ് ശനിയാഴ്ച വൈകിട്ടായിരുന്നു. അതിനുശേഷം ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് ജസ്റ്റിനെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. പുതിയ അധ്യയന വർഷം പൊതുവിദ്യാലയങ്ങളിൽ ചേരാനെത്തുന്ന കുട്ടികൾക്ക് രേഖകളില്ലാത്തതിന്റെ പേരിൽ പ്രവേശനം നിഷേധിക്കില്ല. ജനന സർട്ടിഫിക്കറ്റ്, ആധാർ എന്നിവയില്ലെങ്കിലും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ, പ്രവാസികളുടെയും കുട്ടികൾക്ക് പ്രവേശനം നൽകണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചു. സംസ്ഥാന സിലബസിലുള്ള സർക്കാർ എയ്ഡഡ്, അംഗീകൃത, അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിലെല്ലാം മെയ് 2-ന് പ്രവേശനം തുടങ്ങും. സാമ്പത്തിക, വ്യാപാര, വാണിജ്യ ബന്ധം ശക്തമാക്കുന്ന സ്വതന്ത്ര വ്യാപാര കരാറിൽ ഭാരതവും ന്യൂസിലൻഡും ഒപ്പിട്ടു. ചരിത്രം കുറിച്ച കരാറിൽ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും ന്യൂസിലൻഡ് വാണിജ്യമന്ത്രി ടോഡ് മക്ലെയുമാണ് ഒപ്പിട്ടത്. വിപണി പരസ്പരം തുറന്നു നൽകാനും പരസ്പരമുള്ള നിക്ഷേപങ്ങൾ കുത്തനെ കൂട്ടാനും വ്യവസ്ഥ ചെയ്യുന്ന കരാറിൽ ഇറക്കുമതി തീരുവകൾ വെട്ടിക്കുറച്ചിട്ടുണ്ട്. ഭാരതത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നവയ്ക്കുള്ള തീരുവ 0% ഇത് ഭാരതത്തിലെ വ്യവസായങ്ങൾക്ക് ഗുണകരമാകും. കുറഞ്ഞ വിലയ്ക്ക് ഇവ ന്യൂസിലൻഡിൽ വിൽക്കാം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യം 15 കൊല്ലം കൊണ്ട് $20 ബില്യൺ $2000 കോടി ആകുമെന്നാണ് പ്രതീക്ഷ. ഭാരതത്തിന്റെ തുകൽ വസ്ത്ര, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കും എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾക്കും ന്യൂസിലൻഡിൽ മികച്ച വിപണി ലഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചു. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട പ്രചാരണം സമാപിക്കുമ്പോൾ വോട്ടർമാരെ സ്വാധീനിക്കാൻ ആത്മീയതയും സുരക്ഷാ ഉറപ്പും ആയുധമാക്കി BJP. ഒരു വശത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗാൾ ജനതയ്ക്ക് വൈകാരികമായ കത്തെഴുതിയപ്പോൾ മറുവശത്ത് അക്രമം തടയാൻ കേന്ദ്രസേനയുടെ കാവൽ ഉറപ്പ് നൽകി ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്തെത്തി. ബംഗാളിലെ വോട്ടർമാർക്ക് അയച്ച തുറന്ന കത്തിൽ അതീവ വൈകാരികമായ ഭാഷയിലാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. കടുത്ത ചൂടിലും തളരാതെ പ്രചാരണം നടത്താൻ തനിക്ക് കരുത്ത് നൽകിയത് മാ കാളിയുടെ അനുഗ്രഹമാണെന്ന് മോദി കുറിച്ചു. ബംഗാളിലെ ഓരോ റാലിയും തനിക്കൊരു രാഷ്ട്രീയ പരിപാടിയല്ല, മറിച്ചൊരു പുണ്യ തീർത്ഥാടനമായിരുന്നുവെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. ഭയത്തിന്റെ നിഴലിൽ നിന്ന് ബംഗാൾ മുക്തമാകണമെന്നും വികസിത ബംഗാളിനായി യുവാക്കളും സ്ത്രീകളും BJPക്കൊപ്പം നിൽക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സൈനിക ആവശ്യങ്ങൾക്കായി 2025-ൽ ഏറ്റവും കൂടുതൽ പണം ചിലവാക്കിയ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 5ാം സ്ഥാനത്ത്. 2025-ൽ ഇന്ത്യ പ്രതിരോധ ബജറ്റ് 8.9% വർദ്ധിപ്പിച്ചു. $9,210 കോടി, അതായത് 8.67 ലക്ഷം കോടി രൂപ ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റ്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് തിങ്കളാഴ്ച റിപ്പോർട്ട് പുറത്തുവിട്ടത്. ആദ്യ 4 സ്ഥാനങ്ങളിലുള്ളത് US, ചൈന, റഷ്യ, ജർമ്മനി എന്നീ രാജ്യങ്ങളുടേതാണ്. മുംബൈയിൽ ഭക്ഷ്യവിഷബാധയേറ്റ ഒരു കുടുംബം ഒറ്റ രാത്രി കൊണ്ട് കൊല്ലപ്പെട്ടു. പെട്ടെന്നുണ്ടായ മരണത്തിലേക്ക് നയിച്ച കാരണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഉദ്യോഗസ്ഥർ. പെയ്തുരി പ്രദേശത്ത് നിന്നാണ് സംഭവം റിപ്പോർട്ട് ചെയ്തത്. അബ്ദുള്ള ദൊക്കാഡിയ 40 വയസ്സ്, ഭാര്യ നസ്രീൻ ദൊക്കാഡിയ 35 വയസ്സ്, ഇവരുടെ 2 പെൺമക്കളായ ആയിഷ 16, സൈനബ് 13 എന്നിവരാണ് മരിച്ചത്. പ്രാഥമിക വിവരമനുസരിച്ച് ശനിയാഴ്ച കുടുംബം വീട്ടിൽ അത്താഴം കഴിച്ചു. ബന്ധുക്കളെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു. ബിരിയാണി കഴിച്ച ശേഷം രാത്രി 10:30-ഓടെ ബന്ധുക്കൾ പോയി. പിന്നീട് രാത്രി 1 മണിയോടെ ഇവർ തണ്ണിമത്തൻ കഴിച്ചിരുന്നു. പുലർച്ചെ 5-6 മണിയോടെ അവർക്ക് ഛർദിയും വയറിളക്കവും അനുഭവപ്പെടാൻ തുടങ്ങി. ഇവരുടെ നില അതിവേഗം വഷളായതിനെ തുടർന്ന് കുടുംബത്തെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പിന്നീട് JJ ആശുപത്രിയിലേക്ക് മാറ്റി. വൈദ്യസഹായം നൽകിയിട്ടും ചികിത്സയ്ക്കിടെ 4 പേരും മരിച്ചു. നിരവധി ബോളിവുഡ് സിനിമകളിലും ടെലിവിഷൻ ഷോകളിലും അഭിനയിച്ചതിന് പേരുകേട്ട മുതിർന്ന നടൻ ഭരത് കപൂർ ഏപ്രിൽ 27-ന് അന്തരിച്ചു. അദ്ദേഹത്തിന്റെ മരണവാർത്ത അശോക് പണ്ഡിറ്റ് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് സ്ഥിരീകരിച്ചത്. റിപ്പോർട്ടുകൾ പ്രകാരം 80 വയസ്സുള്ള നടൻ മുംബൈയിലെ ഒരു ആശുപത്രിയിലാണ് അന്തരിച്ചത്. 1-ലധികം അവയവങ്ങളുടെ പ്രവർത്തനം നിലച്ചതിനെ തുടർന്നാണ് അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചതെന്ന് നടനുമായി അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു.
ശ്രദ്ധേയമായ സിനിമകളിലെ സ്വഭാവ വേഷങ്ങളിലൂടെയാണ് ഭരത് കപൂർ അറിയപ്പെടുന്നത്. 1979 ഇറങ്ങിയ നൂറി, 1980 ഇറങ്ങിയ റാം ബൽറാം, 1981 ഇറങ്ങിയ ലവ് സ്റ്റോറി, 1982 ഇറങ്ങിയ ബസാർ, 1985 ഇറങ്ങിയ ഗുലാമി, 1986 ഇറങ്ങിയ ആഖ്രി രാസ്ത, 1987 സത്യമേവ ജയതേ, 1990 സ്വർഗ്, 1992 ഇറങ്ങിയ ഖുദാ ഗവ, 1993 ഇറങ്ങിയ രംഗ് എന്നീ ചിത്രങ്ങളിൽ അദ്ദേഹം അവിസ്മരണീയമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. 1995 ബർസാത്ത്, 1996 സജൻ ചലെ സസുരൽ, പിന്നീട് മീനാക്ഷി എ ടെയിൽ ഓഫ് ത്രീ സിറ്റീസ് എന്ന 2024 ചിത്രങ്ങളിലെ വേഷങ്ങളിലൂടെ അദ്ദേഹം പ്രശസ്തനാണ്. ദേശീയപാതയിൽ ഉപഗ്രഹ ടോൾ പിരിവ് തുടങ്ങാൻ നിലവിൽ പദ്ധതിയില്ലെന്ന് ദേശീയപാത അധികൃതർ. ഉപഗ്രഹ ടോൾ പിരിവ് നടപ്പാക്കണമെങ്കിൽ വിദേശ ഉപഗ്രഹങ്ങളെ ആശ്രയിക്കേണ്ടി വരും. യൂറോപ്പിലെ ഗലീലിയോ ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം പോലുള്ളവയാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. ഡാറ്റ ചോർച്ച ചൂണ്ടിക്കാട്ടി ISRO അടക്കമുള്ള ശാസ്ത്ര സാങ്കേതിക ഏജൻസികൾ ഇതിനെ എതിർക്കുകയാണ്. സ്വന്തമായി ഇത്തരം ഉപഗ്രഹം രൂപപ്പെടുത്താൻ 4-5 വർഷമെങ്കിലും എടുക്കും. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ വീണ്ടും തിരക്കിട്ട നയതന്ത്ര ചർച്ചകളുമായി തുർക്കിയും ഈജിപ്തും മറ്റു ഗൾഫ് രാജ്യങ്ങളും. ഇറാനുമായി ഈ രാജ്യങ്ങളുടെ പ്രതിനിധികൾ വീണ്ടും സംസാരിച്ചു. ഇനി ആക്രമണം ഉണ്ടാകില്ലെന്ന് ഉറപ്പ് അമേരിക്ക നൽകിയാൽ മാത്രം ഹോർമുസ് തുറക്കുന്നതും ആണവ സമ്പുഷ്ടീകരണത്തിൽ ചർച്ച നടത്തുന്നതും പരിഗണിക്കാമെന്നാണ് ഇറാന്റെ നിലപാട്. അതിനിടെ ഇറാന്റെ പുതിയ നിർദ്ദേശങ്ങൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുമായി ട്രംപ് ചർച്ച ചെയ്തെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കാരോലിൻ ലെവിറ്റ് പറഞ്ഞു. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ദീർഘകാലമായി കാത്തിരുന്ന കോടതി സാക്ഷ്യപ്പെടുത്തൽ അവസാന നിമിഷം പെട്ടെന്ന് റദ്ദാക്കി. 2020 മുതൽ ഇസ്രായേലിന്റെ കോടതി സംവിധാനത്തിൽ കുടുങ്ങിക്കിടക്കുന്ന കേസുമായി ബന്ധപ്പെട്ടതാണ് വാദം കേൾക്കൽ. ഈ വാദം കേൾക്കലിന് 2 മണിക്കൂറിൽ താഴെ മാത്രം ശേഷിക്കെ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഷെഡ്യൂൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കോടതി ചീഫ് സെക്രട്ടറിയെ വിളിച്ചു റദ്ദാക്കാൻ ആവശ്യപ്പെട്ടു. ക്രിമിനൽ കുറ്റം ചുമത്തപ്പെടുന്ന ആദ്യത്തെ അധികാരത്തിലുള്ള ഇസ്രായേലി പ്രധാനമന്ത്രിയാണ് നെതന്യാഹു. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.